കഴിഞ്ഞ ദിവസം കൊച്ചിയിലൊരു മാളിൽ ഏതെടുത്താലും 50% ഓഫറിൻ്റെ ഷോപ്പിങ്ങിന് പോകുന്നത് തൃശ്ശൂരിലൊരു കൂട്ടുകാരൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ 50% ഓഫിന് വേണ്ടിയിട്ട് 140 റുപ്പീസ് ടോളും കൊടുത്ത് 80% ഓഫ് റോഡ് ഡ്രൈവ് ചെയ്ത് നമ്മൾ ഇന്ന് പുറപ്പെട്ടാൽ മിനിമം 5 വർക്കിംഗ് ഡേയ്സ് എടുക്കും അവിടെ എത്താൻ. അതുകൊണ്ട് പോകണ്ട. അതെ, കേരളത്തിലെ ഏറ്റവും വലിയ പെയ്ഡ് ഓഫ് റോഡിംഗ് ട്രാക്ക് പാലിയേക്കര ടോളിൽ നിന്ന് അങ്കമാലി വരെ തുടങ്ങിയിട്ടുള്ള വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഇത്തവണ എൻ്റെ ദുബായിലുള്ള അളിയൻ കൊച്ചി എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങി അവിടെ നിന്ന് ഒരു കാർ എടുത്ത് തൃശ്ശൂർ വീട്ടിലെത്തിയപ്പോൾ ആൾ പറഞ്ഞത് ഫ്ലൈറ്റിലിരുന്നതിനേക്കാൾ കൂടുതൽ സമയം കാറിലിരുന്നു എന്നാണ്. അതെ, നമ്മുടെ പ്രവാസികൾക്ക് ജെറ്റ് ലാഗ് ഇല്ല, കാർ ലാഗാണ് കൂടുതൽ. റോട്ടിൽ ഈ ദുരന്തം കഷ്ടപ്പാടും നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പാർട്ടിയിലും പെടാത്ത ആളായിരിക്കണം. നമ്മുടെ നാട്ടിൽ ചില പാർട്ടിയിൽപ്പെട്ടവർക്ക് സ്റ്റേറ്റ് ഹൈവേയിൽ കുഴി ഫീൽ ചെയ്യും, നാഷണൽ ഹൈവേയിൽ കുഴി ഫീൽ ചെയ്യില്ല. മറ്റ് ചില പാർട്ടിയിൽപ്പെട്ടവർക്ക് നാഷണൽ ഹൈവേയിൽ കുഴി ഫീൽ ചെയ്യും, സ്റ്റേറ്റ് ഹൈവേയിൽ കുഴി ഫീൽ ചെയ്യില്ല. നിങ്ങൾ രണ്ടും കൂടിയിട്ടുള്ള ഏതെങ്കിലും പാർട്ടിയിൽ പെട്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ഫീൽ ചെയ്യില്ല. എന്തായാലും ഓഫർ കണ്ട് മാളി പോയ കൊച്ചിയിലുള്ള എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത് 22 രൂപയുടെ കോഴിമുട്ടയാണ് 50% ഓഫറിൽ 11 രൂപയ്ക്കാണ് മേടിച്ചെന്നാണ്. 7 രൂപയ്ക്ക് ജോയേട്ടൻ്റെ കടയിൽ കിട്ടും. എന്താണ് ഈ കോഴിമുട്ടയ്ക്ക് ഇത്ര വില എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മിക്കവാറും മാളിൽ മുട്ടയിട്ട കോഴിയെടുത്ത് സുഖപ്രസവമായിരുന്നിരിക്കില്ല, സിസേറിയനായിരുന്നിരിക്കും. മുട്ടയിടല്ലേ? ഇല്ലാത്ത റോഡിന് ടോൾ പിരിച്ചും ഇല്ലാത്ത വിലയ്ക്ക് മുട്ട വിറ്റും കോർപ്പറേറ്റുകൾ നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും. പൊതുജനത്തിൻ്റെ കുണ്ടി, കോർപ്പറേറ്റിൻ്റെ അണ്ടി. കുനിഞ്ഞു നിൽക്കുക, അത്ര തന്നെ.